ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മനുവും അലീനയും കൃഷ്ണജയായിട്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ മനു അലീനയോട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയാൽ മതിയോ? ആൻറ്റി എല്ലാ സത്യങ്ങൾ അറിയണ്ടേ? സത്യങ്ങൾ അറിയാതിരുന്ന ഈ തർക്കങ്ങളും വഴക്കുകളും ഇങ്ങനെ നീണ്ടു പോകുന്നു, ഒരു കരയ്ക്കും എത്തൂല. അപ്പോൾ അലീന, നിനക്ക് നിൻ്റെ അമ്മയെ തിരിച്ചറിയണമെന്ന് ആഗ്രഹമില്ലേ? നിൻ്റെ അമ്മ, ആ അമ്മയുടെ സ്നേഹം നിനക്ക് വേണ്ടതെന്നൊക്കെ അലീനയോട് ചോദിക്കണം. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മനുവേട്ട, എനിക്കത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതാണ്, എൻ്റെ അമ്മയുടെ സ്നേഹം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും വൈജി ആൻറ്റി ഇതൊക്കെ അറിയണം. ബാക്കി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പോൾ വൈജി ആൻറ്റി ഇതൊക്കെ തിരിച്ചറിയണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പിടിവിട്ട് പോകുമെന്ന് പറയുകയാണ്. ഇപ്പോൾ തന്നെ ബബിതയും രോഹിത്തിൻ്റെ കാര്യം എടുക്കുക, അവർക്ക് ഇവിടെ വന്നതേ ഉള്ളൂ, പക്ഷേ അവർക്ക് ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും ഒന്നിക്കണമെന്നോ എന്നുള്ള ഒരു ചിന്ത പോലും അവർക്കില്ല. അപ്പോൾ ഈ സമയത്ത് അവർ വഴിതെറ്റി പോകാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ടതെന്നൊക്കെ മനു പറയുകയാണ്. അപ്പോൾ അതിനോട് അലീനയെ ശരിവെക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് മനുവേട്ട അമ്മയോട് പറയുന്നത്? അമ്മയോട് പറഞ്ഞാൽ ഇനി എന്തെല്ലാം ഭൂകമ്പം ഉണ്ടാകുമെന്നൊക്കെ കൃഷ്ണജയും പറയുകയാണ്. അതിന് അച്ഛൻ സമ്മതിക്കുമെന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ മനുവേട്ട അങ്ങനെ വിചാരിച്ചാലും അച്ഛനോട് ഒരു വാക്ക് ചോദിച്ചിട്ടല്ലേ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് പറയുകയാണ്. അതെന്തായാലും ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അല്ലാതെ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ വൈജയന്തിയുടെ കുടുംബജീവിതം പൂർണ്ണമായിട്ട് തകരുമെന്ന് മനു പറയുകയാണ്. അങ്ങനെ വരാൻ പാടില്ല, കാരണം 3 മക്കളുണ്ട്, അലീനയുണ്ട്, 4 മക്കളാണ് അവർക്കുള്ളത്. അപ്പോൾ അതെല്ലാം നോക്കിയും കണ്ടും വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുമെന്നും മനു പറയുകയാണ്. അങ്ങനെ മനു ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ നല്ല ഉറക്കമായിരുന്നു. നീ പോയില്ലായിരുന്നു മനു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ എനിക്ക് അങ്കിളിനോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോയാൽ മതിയോ? 3 കുട്ടികളുണ്ട്, അങ്കിളിൻ്റെ ബിസിനസ് എല്ലാ കാര്യവും നല്ല രീതിയിൽ പോകണ്ടേ? അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെ എത്ര നാളാണ് ഇങ്ങനെ വാശിയും ദേഷ്യമായിട്ടൊക്കെ ഇരിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ട് അങ്കിളെ, എല്ലാത്തിനും ഒരു പരിഹാരം കാണണ്ടേ? അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും തുറന്ന് പറയാനായിട്ട് പറയുകയാണ്. നമുക്ക് വൈജി ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? അലീന വൈജി ആൻറ്റിയുടെ മകളാണെന്നും ഇങ്ങനെ 23 വർഷങ്ങൾക്ക് മുമ്പ് ആ മകൾ മരിച്ചിട്ടില്ല എന്നും വീട്ടുകാർ കള്ളം പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞാലോ? അപ്പോൾ ബാലചന്ദ്രൻ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്? അവൾ എന്ത് പറഞ്ഞാലും അവൾ ഇനി നേരെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവരമ്മയും മോളുമായിട്ടൊക്കെ ഒന്നിക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ആരാണ്? അപ്പോൾ എനിക്കൊരു വിലയില്ലേ? എൻ്റെ തുറുപ്പ് ചീട്ടാണ് അലീന. അലീനെ തൊട്ടുള്ള ഒരു കളിയും വേണ്ട. ഇപ്പോൾ ഞാൻ അവളോടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. 23 വർഷം എന്നെ വഞ്ചിച്ചതിന് ഞാൻ അവളെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ അവളെ കൊല്ലുമെന്ന് പറയുകയാണ്. ഒരു എലിയെ ഇട്ട് പൂച്ച ഇട്ട് വട്ടം കറക്കൂല, അതുപോലെ ഞാൻ അവളുടെ ജീവിതം ഇട്ട് അമ്മാനമാടുമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. 23 വർഷമാണ് എൻ്റെ ജീവിതം അവൾ നശിപ്പിച്ചത്. ഞാൻ 13 വയസ്സ് തൊട്ട് ഞാൻ അവളെ ആഗ്രഹിച്ചതാണ്. എത്രയും ഇഷ്ടം ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നു. എന്നിട്ട് അവളോട് ഞാൻ അത് തുറന്ന് പറയുകയും ചെയ്തു. അന്ന് അവളെ വീട്ടുകാരെ എന്നെ ആട്ടി പായിക്കാനുണ്ട്. എന്നിട്ട് അവൾ ആഗ്രയിൽ പോയി പുതിയൊരു സംബന്ധം കണ്ടുപിടിക്കുക, അതിലൊരു കുട്ടി ജനിപ്പിക്കുകയൊക്കെ ആണ് ഉണ്ടായത്. എന്നെക്കുറിച്ച് ഓർത്ത പോലും ഇല്ല. എൻ്റെ ഇഷ്ടം അംഗീകരിക്കണമെന്നില്ല, കാരണം ഞാൻ ഒന്നും അല്ലായിരുന്നല്ലോ ആ സമയത്ത്. പിന്നെ ഞാൻ ഗൾഫിൽ പോയി പണമെല്ലാം സമ്മതിച്ച് അവർക്ക് മേലെ ഒരു പടി മുന്നിലായ ശേഷമാണ് ഞാൻ പെണ്ണ് കണ്ടതും അവളുടെ വിവാഹം ഉറപ്പിച്ചതെല്ലാം. പക്ഷേ അപ്പോൾ പോലും ഒരു വാക്ക് അവളെ വീട്ടുകാർ പറഞ്ഞില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, പക്ഷേ ആൻറ്റിയുടെ വശം നോക്കുകയാണെങ്കിൽ അവർ ചതിച്ചതല്ലേ? അവിടെ അങ്കിൾമാരും കൊച്ചിച്ചന്മാരും വല്യച്ഛനും എല്ലാവരും കൂടി ചതിച്ചതല്ലേ? ചതിച്ച കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. അപ്പോൾ ഞാൻ പറയുകയാണ്, അങ്കിളെ, നമുക്ക് കൊച്ചിച്ചനോട് അച്ഛനോട് ഇതൊന്ന് പറയാനായിട്ട് പറഞ്ഞാലോ? അവർ പറയുമെന്ന് എനിക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വാസമല്ല. ഒരിക്കലും അവർ പറയില്ലെങ്കിൽ അവർ കൊലപാതക കുറ്റത്തിന് തന്നെ കണക്ക് പറയേണ്ടി വരും. കൊലപാതക കുറ്റം അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നത്? അത് നിനക്ക് മനസ്സിലാകാത്ത ചില ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അതായത് ബാലചന്ദ്രൻ ഉദ്ദേശിച്ചത് ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആളെയാണല്ലോ വൈജ സ്നേഹിച്ചത്. അപ്പോൾ അയാൾ ഈ വൈജയുടെ സഹോദരങ്ങളായ ഗംഗാധരന് ശിവന് രാജുവും കൂടെ ചേർന്ന് കൊല്ലുകയാണ് ചെയ്തത്. അയാൾ മരണപ്പെട്ടു. അപ്പോൾ ആ വിവരം അറിഞ്ഞ് വളരെയധികം ഡിപ്രഷൻ ഇരിക്കുന്ന സമയത്താണ് വൈജയന്തി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതും പ്രസവിക്കുന്നതൊക്കെ. അപ്പോൾ അവരോടുള്ളൊരു ശത്രുത വൈജയന്തിക്ക് ഉണ്ടാകും, അത് ഉറപ്പാണ്. പിന്നെ ഈ ജന്മ വൈജയന്തി അവരുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇതൊന്നും ആർക്കും അറിയില്ല, പക്ഷേ ബാലചന്ദ്രൻ അതൊക്കെ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുകയാണ്.
ഇപ്പോൾ വൈജിയോട് ഒന്നും പറയണ്ട, സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാമെന്ന് പറയുകയാണ്. അങ്കിൾ എന്തിനാണ് ഈ വൈരാഗ്യം കൊണ്ട് നടക്കുന്നത്? എനിക്ക് വൈരാഗ്യമുണ്ട് മനു, 23 വർഷമാണ് എൻ്റെ ജീവിതം പോയതെന്നൊക്കെ പറയണം. ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അവർ അമ്മയും മോളും ഒന്നിക്കേണ്ടെന്നാണോ അങ്കിൾ പറയുന്നത്? ഒരു ശാപം തന്നെയാണ് അലീനയുടെ ജീവിതം എന്ന് പറയും. ഒരു ശാപവുമില്ല. ഞാൻ അലീന ആരാണെന്നുള്ളത് ഞാൻ വൈജയന്തി അറിയിക്കും. പക്ഷെ അതിപ്പോഴില്ല. വൈജയന്തിയുടെ മരണക്കിടക്കയിൽ അവൾക്ക് മരിക്കാൻ നിമിഷങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഞാൻ അലീനയെ എൻ്റെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് പറയും, വൈജയ് 23 വർഷങ്ങൾക്ക് മുമ്പ് നീ പ്രസവിച്ച നിൻ്റെ മകളാണ് ഈ നിൽക്കുന്നതെന്ന്. അപ്പോൾ ആ മകളെ എന്ന് വിളിച്ചൊന്ന് പൊട്ടിക്കരയാനുള്ള അവസരം പോലും അവൾക്ക് ഉണ്ടാവില്ല. ആ സമയം തന്നെ അവൾ മരണപ്പെടുകയും ചെയ്യും. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മനുവിനെ സഹിക്കാൻ വയ്യാതെ മനു നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ശിവനും രാജിയും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് വൈജയന്തിയെ കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ നാളെ മറ്റന്നാൾ തിരിച്ചു പോകുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇനിയും കുറച്ച് നാൾ ഇവിടെ കിടക്കേണ്ടി വരുമെന്നും വൈജയന്തി പറയുകയാണ്. അനങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നീ ഇനി എല്ലാ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണം, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകണം. അപ്പോൾ അലീനയെ മകളായിട്ട് അംഗീകരിക്കേണ്ട, അവിടുത്തെ ഒരു കുട്ടിയായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾ നിങ്ങളെ വശത്താക്കിയോ എന്നൊക്കെ വൈജയന്തി ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ഞങ്ങൾ ആരും വശത്താക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബാലചന്ദ്രൻ്റെ ഭാഗത്താണ് ശരിയെന്ന് അറിഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ കൂടെ നിന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു വിഷമവും പ്രയാസവും ഇല്ലെന്നൊക്കെ ശിവനും രാജിയും കൂടി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. നീ ഇനി വാടക വീട്ടിലോ ബാലചന്ദ്രൻ ഡൈവേഴ്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ ബില്ലൊക്കെ നീ അടയ്ക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഹോസ്പിറ്റൽ ബില്ല് വൈജിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഏകദേശം 8 ലക്ഷം രൂപയോളം ഉണ്ടാവും. നീ അടച്ചില്ലേ ഞങ്ങൾ അടയ്ക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അതെന്ത് ന്യായമാണ്? ഭാര്യയ്ക്ക് ഒരു ആപത്ത് വന്നാൽ ഭർത്താവല്ലേ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതെന്ന് പറയുകയാണ്. എന്ത് കാര്യങ്ങളാണ് നോക്കേണ്ടത്? നീ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടായിട്ട് 1 രൂപ ചിലവാക്കിയിട്ടുണ്ടോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അല്ലേ നോക്കുന്നത്. മക്കളുടെ കാര്യം, വീട്ടുകാരും, ഫുഡിൻ്റെ കാര്യം, എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അല്ലേ നോക്കുക. അതൊരു അച്ഛൻ്റെ കടമയില്ല. അതുപോലെ തന്നെ ഒരു ഭാര്യയുടെ കടമയും ഭർത്താവ് ചെയ്യട്ടെ എന്ന് പറയും. നീ ഇപ്പോൾ അയാളെ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അയാൾ ബില്ല് അടയ്ക്കില്ല എന്നാണ് പറയുന്നത്. നീ നേരെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ പോകണം, കടപ്പാട്ടൂരോട്ട്. എങ്കിൽ മാത്രമേ അയാൾ ഈ പൈസ നിൻ്റെ അക്കൗണ്ടിലോട്ട് തിരിച്ചിട്ട് തരത്തുള്ളൂ. എന്താണ് നിൻ്റെ അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയുകയാണ്, ആരും ഈ ബില്ല് അടയ്ക്കേണ്ട, ഞാൻ തന്നെ പേ ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ എങ്കിൽ നിൻ്റെ ഇഷ്ടം അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ നീ ഒരു നടയ്ക്ക് പോകില്ല എന്ന് തന്നെയാണല്ലേ നിൻ്റെ തീരുമാനം എന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി അവരെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്